എഡ്യു ഹബിൻ്റെ നെറ്റ് റാപ്പിഡ് റിവിഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ 100ാമത്തെ നെറ്റ് റാപ്പിഡ് റിവിഷൻ വീഡിയോയാണ്. നമുക്ക് നെറ്റ് റാപ്പിഡ് റിവിഷൻ സീരീസ് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് നമ്മുടെ 100ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് 2023 ഡിസംബർ 14 ഷിഫ്റ്റ് 2-ൽ നടത്തിയ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസാണ് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ട്രാവൽസ് 365 km in 8 hours in 2 stages. In the first part of the journey, he travels by bus at the speed of 40 km per hour, and in the second part of the journey, he travels by train at the speed of 55 km per hour. How much distance did he travel by train? അതായത് 365 കിലോമീറ്റർ ട്രാവൽ ചെയ്തു 2 സ്റ്റേജസിലായിട്ട് 8 hours കൊണ്ട്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ജേർണിയിൽ 2 സ്റ്റേജസ് എന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് പാർട്ട് ഓഫ് ദി ജേർണി ബസ്സിലായിരുന്നു. അവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 km per hour ആണ്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദി ജേർണി എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 55 km per hour ആണ്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൽ എന്തോരം ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 165 km, 170 km, 200 km, 164 km. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. 165 km ആണ്. അതായത് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 365 ആണ്. 8 hours കൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ബസ്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40ഉം ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 55ഉം ആണ്. അപ്പോൾ നമുക്കിവിടെ ഫോർമുല ഒന്ന് ഉപയോഗിക്കണം. നമ്മളൊന്ന് ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ 8 hour ആണുള്ളത്. അപ്പോൾ ഈ 8 hour കൊണ്ടാണ് നമ്മൾ ഈ 365 km ട്രാവൽ ചെയ്തത്. അപ്പം ബസ്സിലേത് 40 km ആണ് സ്പീഡ്, ട്രെയിനിൽ 55 km ആണ് സ്പീഡ്. അപ്പോൾ നമ്മൾ ഈ 45ഉം എത്ര 45 എത്ര 55 കൂടെ കൂട്ടിയാലാണ് 365 കിട്ടുക എന്ന് നോക്കിയാൽ മതി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 8 ഇതായി വരാവുള്ളൂ. അതായത് 8 നമ്പേഴ്സ്, അതായത് നമ്മൾ ഡിസ്റ്റൻസ് ഓരോ മണിക്കൂർ കൂട്ടി കഴിയുമ്പോൾ ടോട്ടൽ നമ്മൾ എടുത്ത ടൈം എന്ന് പറയുന്നത് 8 hour ആകാനായിട്ടാണ് പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എത്ര 40ഉം എത്ര 55ഉം കൂടെ കൂട്ടിയാലാണ് നമുക്ക് 365 കിട്ടുക എന്ന് നോക്കുക. പിന്നെ ഈ 40ഉം 55ഉം കൂടെയുള്ള ആ നമ്പർ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 8 കിട്ടണം. അതായത് 40ഉം 55ഉം കൂടെ 40 + 40 അല്ല, ഈ എത്ര 40കളുണ്ട് എത്ര 55കളുണ്ട് ആ ഒരു ടോട്ടൽ നമ്പർ 8 ആയിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൂട്ടിയാൽ മതി. അപ്പം നമ്മൾ 5 40ഉം 3 55ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 365 കിട്ടും. അതായത് 40 + 40 + 40 + 40 + 40 + 55 + 55 + 55 = 365 ഇത് കിട്ടും. അപ്പോൾ ഇവിടെ അതായത് 5 40 ആണ്. അതായത് 5 hour നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ്. അതായത് ബസ്സിൽ നമ്മൾ 5 hour ട്രാവൽ ചെയ്തു. അതുപോലെ തന്നെ ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്ത് 3 hour. അപ്പം നമ്മളോട് ട്രെയിനിൽ നമ്മൾ എന്തോരം ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 55 + 55 + 55 = 165 എന്ന് കിട്ടും. നമ്മളോട് ഈക്വൽ എന്ന് പറഞ്ഞിട്ടില്ല. അതായത് 2 സ്റ്റേജസിലായിട്ട് നമ്മൾ ട്രാവൽ ചെയ്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് 4 മണിക്കൂർ നമ്മൾ ട്രെയിനിലും 4 മണിക്കൂർ നമ്മൾ ബസ്സിലൊന്നും പറഞ്ഞിട്ടില്ല. രണ്ടും കൂടെ കൂട്ടി നമ്മൾ 365 km ട്രാവൽ ചെയ്യണം. 8 മണിക്കൂറേ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആവറേജ് ഓഫ് 10 numbers is 40 and the average of 6 of them is 28, then the average of the remaining 4 number is. അതായത് 10 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 40ഉം ആണ്. ഇതിൻ്റെ അകത്ത് 6 നമ്പറിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 28 ആണെങ്കിൽ ബാക്കിയുള്ള 4 നമ്പറിൻ്റെ ആവറേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 52, 54, 56, 58. ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, 58. അപ്പം നമുക്ക് ആവറേജ് കാണാനുള്ള ഫോർമുല അറിയാം. അതായത് സം ഡിവൈഡ് ബൈ നമ്പർ ഈസ് ഈക്വൽ ടു ആവറേജ് എന്നുള്ളതാണ്. നമുക്കിവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ആവറേജ് നമുക്കറിയാം. അതായത് 10 നമ്പേഴ്സിൻ്റെ ആവറേജ് 40 ആണെന്ന് നമുക്കറിയാം. 6 നമ്പേഴ്സിന് നമുക്ക് 28 ആണെന്നും അറിയാം. അപ്പോൾ നമുക്കിതിൻ്റെ അന്ന് സം കണ്ടുപിടിക്കാം. അതായത് 10 നമ്പറിൻ്റെ സം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു ആവറേജ് ആണ്. അപ്പം 40 × 10 = 400 എന്ന് കിട്ടും. ഇനി സം ഓഫ് 6 നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28 × 6 = 168 എന്ന് കിട്ടും. അപ്പം നമുക്ക് 10 നമ്പേഴ്സിൻ്റെ സമ്മും 6 നമ്പേഴ്സിൻ്റെ സമ്മും കിട്ടി. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ 4 നമ്പേഴ്സിൻ്റെ സം നമുക്ക് കിട്ടും. അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് 400 - 168 = 232. അതായത് 4 നമ്പേഴ്സിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 232 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ 4 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണാനാണ്. ആവറേജിൻ്റെ ഫോർമുല ഏതാ? സം ഡിവൈഡ് ബൈ നമ്പർ. സം നമുക്ക് 232 ആണെന്ന് കിട്ടി. ഡിവൈഡ് ബൈ 4 = 58. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
rupees 3080 is divided among A, B and C so that half of A's part, 1/3 of B's part and 1/6 of C part are equal, then B's part is. അതായത് 3080 രൂപ നമ്മൾ A, B, C അങ്ങനെ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തു. എയുടെ ഹാഫും ബിയുടെ 1/3 സിയുടെ 1/6 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ പാർട്ട് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 840, 960, 1080, 720. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്, 840 ആണ്. അതായത് നമ്മളിവിടെ ഒരു കാര്യം ഓർക്കുക, A + B + C എന്ന് പറയുന്നത് 3080 ആണ്. അതായത് എക്കും ബിക്കും കൂടെ കൊടുത്ത ടോട്ടൽ മണി എന്ന് പറയുന്നത് 3080 ആണ്. A/2 = B/3 = C/6. അതായത് എയുടെ 2ഉം ബിയുടെ 3ഉം സിയുടെ 6ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് A/2 = B/3 = C/6 എന്ന് കാണാം. അപ്പം നമ്മളോട് ബിയുടെ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം എയിനെ ബിയുടെ പാർട്ടിലേക്ക് ആക്കുകയാണ്. അതായത് A/2 = B/3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അന്ന് എ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. A = 2B/3 എന്ന് കിട്ടും. ഇനി നമ്മൾ സിനെ ബിയുടെ പാർട്ടിലോട്ട് ആക്കുക. അതായത് B/3 = C/6 ആണ്. സോ അതിൻ്റെ അന്ന് C = 6/6 B/3 എന്ന് നമുക്ക് കിട്ടും. അതിനെ വെട്ടി കുറച്ച് കഴിയുമ്പോൾ 2B എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ ബിയുടെ ടേംസിലോട്ടാക്കി. ഇനി A + B + C = 3080 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൊടുക്കുക. അതായത് 2B/3 + B + 2B = 3080 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2B + 3B + 6B/3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ആക്കി എടുക്കാമല്ലോ. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് 3080 എന്ന് കിട്ടും. സോ B = 3080 × 3 / 11 = 840 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് P ആൻഡ് Q ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ്? ഈ നമ്പർ സീരീസിലെ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2, 0, 6, 6, 12, 24, PQ എന്നിവയാണ് തന്നിരിക്കുന്നത്. 48, 96, 20, 60, 12, 120, 48, 50. ആൻസർ വരുന്ന ഓപ്ഷൻ 2 ആണ്, 20, 60 ആണ്. അതായത് ഈ നമ്പർ സീരീസിൽ നമ്മൾ 2 രീതിയിലാണ് ഇത് പോകുന്നത്. അതായത് ആദ്യം 1, 3, 5 അങ്ങനെയുള്ള നമ്പേഴ്സുകളെല്ലാം ഒരു പാറ്റേണും 2, 4, 6 അങ്ങനെയുള്ള നമ്പേഴ്സ് ആ പ്ലേസിൽ വരുന്ന ഒക്കെ വേറൊരു സീരീസ് അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ആദ്യം 1, 3 എന്നിങ്ങനെയുള്ള ആ ഒരു പ്ലേസിൽ വരുന്ന നമ്പറിൻ്റെ ആ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ 1² + 1 = 2. അതായത് 1² 1 + 1 2 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ നമ്പറിൻ്റെ വരുമ്പോൾ 2² + 2, അതായത് 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, +2 6 ആണ്. ഇനി അഞ്ചാമത്തെ കോളത്തിൽ വരുന്നത്, അതായത് അഞ്ചാമത്തെ പ്ലേസിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3² + 3 എന്ന് പറയും. അതായത് 3² എന്ന് പറയുമ്പോൾ എത്രയാണ്? 9 ആണ്. 9 + 3 എന്ന് പറയുമ്പോൾ 12 ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ പിയുടെ സ്ഥാനത്ത് വരുന്ന നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 4² + 4. അതായത് 4² + 4 എന്ന് പറയുമ്പോൾ 60 + 4 = 20. അപ്പോൾ ഇതാണ് 1, 3, 5 അങ്ങനെയുള്ള പ്ലേസിൽ വരുന്നത്. ഇനി 2, 4, 6, 8. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1³ - 1. ഇവിടെ 1, 3, 5 1² + 1 ആയിരുന്നെങ്കിൽ 2, 4, 6, 8 എങ്ങനെയുള്ള പ്ലേസിൽ വരുന്ന 1³, അതായത് ക്യൂബ് മൈനസ് ആ നമ്പർ എന്നുള്ളതാണ്. അതായത് 1³ - 1. അപ്പോൾ ഇങ്ങനെ 1³ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്, -1 0. അതിനുശേഷം നാലാമത്തെ ആ പ്ലേസിൽ വരുന്ന 2³ - 2. 2³ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2³ - 2. 2³ എന്ന് പറയുമ്പോൾ എത്ര വരും? 8. 8ൽ നിന്ന് 2 പോയാൽ 6. അതിനുശേഷം വരുന്നത് 3³ - 3. അപ്പം 24 എന്ന് വരും. 4³ - 4 എന്ന് പറയുമ്പോൾ 60 വരും. അപ്പോൾ 20, 60 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 ടൈപ്പായിട്ടാണ് പോകുന്നത്. Next question, A sells an article to B at 20% profit, B sells it to C at 50% loss. If C pays 5 ton for it, then A purchased it. അതായത് A ഒരു ആർട്ടിക്കിള് Bക്ക് 20% പ്രോഫിറ്റിൽ കൊടുത്തു. B അത് Cക്ക് കൊടുത്തത് 15% ലോസിലാണ്, നഷ്ടത്തിലാണ്. C 510 രൂപയാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എ ഇത് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 480, 490, 500, 520. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്, 500 ആണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റ് 100 എടുത്തു. അപ്പം ബിക്ക് അത് 20% പ്രോഫിറ്റിലാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പം 100 × 20% എന്ന് പറയുമ്പോൾ 120. 120/100 = 120 എന്ന് കിട്ടും. ഇനി ബി അത് 15% ലോസിലാണ് സിക്ക് കൊടുത്തത്. 15% ലോസ് എന്ന് പറയുമ്പോൾ 85. സോ 120 × 85/100 = 102 എന്ന് കിട്ടി.
അപ്പം സിക്ക് അത് 102% ലോസിലാണ്, അല്ലെങ്കിൽ 102% കൊടുത്താണ് സി അത് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സി വാങ്ങിച്ച പ്രൈസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 510 അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എ പർച്ചേസ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് എക്സ് ആയിട്ട് എടുത്തു. എക്സ് ഇൻറ്റു 102/100 ചെയ്തു ഈസ് ഈക്വൽ ടു 510. അതായത് എക്സ് ഇൻറ്റു 102/100 ഈസ് ഈക്വൽ ടു 510. അതായത് ഏതോ ഒരു സംഖ്യയുടെ 102% ഈ 510 എന്ന് പറയുന്നത്. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് 510 ഇൻറ്റു 102/100 ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടും. ഇനി നമുക്ക് തിരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കിട്ടുമെന്ന് തന്നെ നോക്കാം. അതായത് നമ്മൾ 500 രൂപയായിട്ട് എടുത്തു. അപ്പോൾ 500ൻ്റെ 120/100 അല്ലെങ്കിൽ 20% എന്ന് പറയണത് 600 ഇനി 600ൻ്റെ അന്ന് 15% ലോസ് വന്നെന്ന് പറയണേ. അതായത് 600 ഇൻറ്റു 85/100 ഈസ് ഈക്വൽ ടു 510 നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അറേഞ്ച് ദ ഫോളോയിങ് ടേംസ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് അബ്സ്ട്രാക്ട്നെസ്. അതായത് അബ്സ്ട്രാക്ട്നെസ്, അതായത് സ്പെസിഫിക് ടു അബ്സ്ട്രാക്ട്നെസ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് മുതൽ വൈഡാകുന്ന രീതിയിൽ നമ്മളോട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊബൈൽ ടെലിഫോൺ, ആൻഡ്രോയിഡ് ഫോൺ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, ടെലിഫോൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് വരുന്ന ഏതായിരിക്കും? ആൻഡ്രോയിഡ് ഫോണാണ് അല്ലേ. ആൻഡ്രോയിഡ് ഫോൺ. അതിനുശേഷം പിന്നെ വരുന്ന ഏതായിരിക്കും? മൊബൈൽ ഫോൺ. അതിനുശേഷം വരുന്നതാണ് നമ്മുടെ ടെലിഫോൺ. അതിനുശേഷം വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലുത്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ടെലിഫോൺ പലതുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ വരുന്നതാണ് മൊബൈൽ ടെലിഫോൺ. അതിൻ്റെ അകത്ത് പിന്നെ വരുന്നതാണ് ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. അതായത് ആൻഡ്രോയിഡ് ഫോണ്, മൊബൈല്, ടെലിഫോണ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ലോജിക്കലി ഇക്വിവലൻറ്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോജിക്കലി ഇക്വിവലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ മെറ്റൽസ് ആർ ഗ്യാസസ്, നോ ഗ്യാസസ് ആർ മെറ്റൽസ്, നോ മെറ്റൽസ് ആർ നോൺ ഗ്യാസസ്, ഓൾ മെറ്റൽസ് ആർ നോൺ ഗ്യാസസ്. ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. എയും ബിയും ഡിയും ആണ്. അതായത് നോ മെറ്റൽസ് ആർ ഗ്യാസസ് എന്ന് പറയുന്നതും നോ ഗ്യാസസ് ആർ മെറ്റൽസ് എന്ന് സെയിം ആണ്. അതായത് ഒരു മെറ്റലും ഗ്യാസുകളല്ല, ഒരു ഗ്യാസ് മെറ്റലും അല്ല എന്ന് പറയുന്നതും സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഇനി നോ മെറ്റൽസ് ആർ നോൺ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ നോയും പോയിട്ട് അത് ഓൾ മെറ്റൽസ് ആർ ഗ്യാസസ് എന്ന് വരും. അപ്പോൾ അത് ഓപ്പോസിറ്റ് ആയിപ്പോയി. അപ്പോൾ അത് ശരിയാവില്ല. ഈ ഡി വരുന്ന ഓൾ മെറ്റൽസ് ആർ നോൺ ഗ്യാസസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അത് നെഗറ്റീവ് മീനിങ്. അപ്പോൾ ആ ഓളിന് അവിടെ വിലയില്ല. ശരിക്കും അത് നോ മെറ്റൽസ് ആർ ഗ്യാസസ് എന്നാണ് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ 1 ആയത്. Next question, all phenomena in the universe are saturated with moral values. Therefore, we can conclude that the universe for the Chinese is a moral universe. Which informal fallacy is committed in the above statement? അതായത് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ഫിനോമിനയും സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന മോറൽ വാല്യൂസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും ചൈനീസിൻ്റെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു മോറൽ യൂണിവേഴ്സ് എന്നാണെന്നാണ്. വിച്ച് ഇൻഫോർമൽ ഫാലസിയാണ് ഇവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ലിപ്പറി സ്ലോപ്പ്, ബെഗിങ് ദ ക്വസ്റ്റ്യൻ, ഹാസി ജനറലൈസേഷൻ, ഫാലസി ഓഫ് കോമ്പോസിഷൻ. ഏതായിരിക്കും? ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണ്. സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുക. അതായത് ഇപ്പം നമ്മുടെ കാലൊന്ന് തട്ടി, നിൻ്റെ കാലൊന്ന് തട്ടി, ഇനി നിനക്ക് നടക്കാനായിട്ട് പറ്റില്ലെങ്കിൽ നിനക്ക് സ്കൂളിൽ പോകാനായിട്ട് പറ്റില്ല, അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റില്ല, അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുന്നത്. പ്രെമിസസ് തന്നെ കൺക്ലൂഷനായിട്ട് വരുന്നതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സർക്കുലർ ഫാലസി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അത് പറഞ്ഞ കാര്യം തന്നെ നമ്മൾ പറയുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ കൺക്ലൂഷൻ ഒരിക്കലും ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസിൻ്റെ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നതാണ് ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഫാലസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ട്രൂ ആണെങ്കിൽ അത് ഹോളും ട്രൂ ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിലെ എല്ലാ ഫിനോമിനാസും സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന മോറൽ വാല്യൂസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചൈനീസും ഒരു സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്നത് മോറൽ വാല്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ പാർട്ടിൻ്റെ ഒരു സവിശേഷത ഇവിടെ ഹോളിലോട്ട് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഫാലസി ഓഫ് കോമ്പോസിഷൻ വന്നത്. നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ് യൂണിവേഴ്സിലെ ഓരോ ഫിനോമിനെ സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന മോറൽ വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ ചൈനീസും സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്നത് മോറൽ വാല്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ പാർട്ടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഹോളിലോട്ട് ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലോജിക്കലി ഇക്വിവലൻറ്റ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൾ ബിവറേജസ് ആർ ലിക്വിഡ്. അതായത് ഓൾ ബിവറേജസ് ആർ ലിക്വിഡ് എന്ന് ഈക്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ നോൺ ലിക്വിഡ്സ് ആർ നോൺ ബിവറേജസ്, സം ബിവറേജസ് ആർ ലിക്വിഡ്, ഓൾ ലിക്വിഡ്സ് ആർ ബിവറേജസ്, സം ലിക്വിഡ്സ് ആർ ബിവറേജസ്. ആൻസർ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ
ഓൾ ലിക്വിഡ്സ് ആർ ബിവറേജസ് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർഗ്യുമെൻറ്റ് ഈസ് ഫലേഷ്യസ് ആസ് പെർ ക്ലാസിക്കൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ലോജിക് ബിക്കോസ് ഓഫ് ദ മിഡിൽ ടൈം ഈസ് ബീങ് ടു നാരോ. അതായത് മിഡിൽ ടൈം നാരോ ആയതുകൊണ്ട് ഫലേഷ്യസ് ആവുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ തിങ്സ് ആർ നോൺ ഇറ്റേണൽ ബിക്കോസ് ദേ ആർ നോയബിൾ. ദ ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് നോയബിൾ. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. wherever there is fire there is smoke. ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളതാണ്. നമ്മളിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. മിഡിൽ ടൈം നാരോ ആയതുകൊണ്ട് ഫലേഷ്യസ് ആവുന്ന സൗണ്ട് ഈസ് ഇറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് അത് ഇറ്റേണൽ ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതവിടെ ഒരു നാരോ മിഡിൽ ടൈം നാരോ ആയിട്ട് വന്നത്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അനലൈസ് ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്